Hi friends, എല്ലാവർക്കും സൂപ്പർ ടെക്കിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ നമ്മുടെ വീട്ടിൽ കാറുകളൊക്കെ ഉണ്ടാവും. കാറിന്റെ ടയർ എഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിലും ബുക്കാറും ഒക്കെയാണ് പതിവ്. അത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ടയർ സീറ്റ് ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ആക്രികാടിയിൽ നിന്ന് നമ്മൾ പഴയ ടയർ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാഷ് ചെയ്ത് നമ്മൾ കുട്ടപ്പനാക്കി എടുക്കണം. ടയറ് നല്ല കുട്ടപ്പനായി കേക്ക് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകണ്ടേ ഈ രണ്ട് ടയറും കൂടെ ഒരുമിച്ച് കാണ്ട് ജോയിൻ്റ് ചെയ്യാൻ പോണേ. അതിനായിട്ട് നമ്മൾ 4 ഹോൾസാണ് ഒരു ടയറും ഇടേണ്ടത് ഇത്. അപ്പോൾ അത് ചെയ്തെടുക്കാം. നമുക്ക് ജോയിൻ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4 പോയിൻ്റാണ് നമ്മൾ ഇടേണ്ടത്. ഒന്നാമത്തെ പോയിൻ്റ് ഈ ഭാഗത്ത് 2 3 4 ഭാഗത്ത് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോൾസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കണ 4 സൈഡിലും ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസ് ഇട്ട ഈ ടയർ നമ്മൾ ഇതാ മേലത്തെ ടയറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോൾസ് ഉണ്ടാവും. അതിൽ കൂടി നമ്മൾ ഒരു പെൻസിൽ ഇറക്കി കൊടുത്തുകൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ ടയറുമേ അടയാളം വന്നിട്ടുണ്ടാവും. ആ ഭാഗത്ത് നമുക്ക് 4 ഹോൾസും കൂടി പിന്നെ ഇട്ട് വെക്കാം. ഇതുപോലെയുള്ള സ്ക്രൂകളാണ് നമ്മൾ ഈ ജോയിൻ്റ് ആക്കാൻ ഉപയോഗിക്കേണ്ട സ്ക്രൂ. നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ 4 ഭാഗത്തും സ്ക്രൂ ചെയ്ത് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ റോപ്പ് ചുറ്റിയെടുക്കാനുള്ള 24 ഹോൾസ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെയിൻ്റ് അടിച്ചാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന പെയിൻ്റുകാരൻ്റെ മാറ്റ് ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത്. നീണ്ട പരിശ്രമത്തിന് ശേഷം നമുക്ക് ഹോൾസ് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന റോപ്പ് ചുറ്റെടുക്കലാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കയർ തന്നെ നല്ല സ്ട്രോങ് ഉള്ള കയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഹോൾസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റിൽ ലോക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഒരു ഹോൾസിൽ ഇട്ട് കൊടുത്ത് ഇനി ഏത് ഹോൾസിലായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 6ാമത്തെ ഹോൾസിൽ 1 2 3 4 5 6 കഴിഞ്ഞിട്ട് 7ാമത്തെ ഹോൾസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1ാമത്തെ വരി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2ാമത്തെ ചെയ്തെടുക്കാൻ പോകണം. അതിനായിട്ട് നമ്മൾ ആദ്യം മുകളിലേക്ക് എടുത്തിട്ട് ഓപ്പോസിറ്റുള്ള സൈഡത്തെ 2ാമത്തെ ഹോൾസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ റോപ്പ് ചുറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറം മറിച്ചെടുത്തിട്ട് അടിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടയർ സീറ്റ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മളെ റോപ്പ് നല്ല സ്ട്രോങ് ഉള്ള റോപ്പ് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ നിങ്ങളും അതുപോലെയുള്ള റോപ്പ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഊരും കുത്തിയാണ് പോകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഇങ്ങനത്തെ വീഡിയോ ലഭിക്കാനായിട്ട് സൂപ്പർ ടെക്കീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. നിന്നിലായി വളർന്നു നീ പടർന്നു നീ മെല്ലയാ നഖങ്ങൾ കോർത്തു മുന്നിൽ വന്ന